ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ UDF സർക്കാരിന്റെ നീക്കം. തൃശൂർ ജില്ലയിൽ പ്രതീക്ഷയറ്റ 37,000-ലധികം കുടുംബങ്ങൾ. നിർമ്മാണം പാതിഘട്ടത്തിലെത്തിയതും അനുമതി ലഭിച്ച് കരാർ വയ്ക്കാനുള്ളവയും ഉൾപ്പെടെ 35,193 വീടുകളാണ് പൂർത്തിയാകാനുള്ളത്. പദ്ധതി വഴി ലഭിച്ച വീടിന്റെ പണി പൂർത്തിയാക്കാനാകാത്തതിൽ തീരാ ദുഃഖത്തിലാണ് പനമുക്ക് ഡിവിഷനിൽ തനിച്ച് താമസിക്കുന്ന KM സീന. നിർധനരായ മനുഷ്യർക്ക് കയറിക്കിടക്കാൻ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നത്തിനായി 2016 ഇടതുപക്ഷ സർക്കാർ ലൈഫ് മിഷൻ പദ്ധതി കൊണ്ടുവന്നത്. അധികാരത്തിലേറിയ UDF സർക്കാർ കേവലം ദിവസങ്ങൾക്കുള്ളിൽ പദ്ധതി വേണ്ടെന്ന് വയ്ക്കാനാണ് നീങ്ങുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാർ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നാണ് ഉപഭോക്താക്കളുടെ ആരോപണം. തൃശൂരിൽ 7,392 വീടുകളാണ് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്നത്. അനുമതി ലഭിച്ച് കരാർ വയ്ക്കാൻ ശേഷിക്കുന്നത് 27,801 കുടുംബങ്ങളാണ്. ഇവരെല്ലാം വലിയ ആശങ്കയിലാണ്. തൃശൂർ കോർപ്പറേഷനു കീഴിൽ പനമുക്ക് ഡിവിഷനിൽ ഹെർബർട്ട് നഗറിൽ താമസിക്കുന്ന സീനയുടെ വീട് ഇനിയും പൂർത്തിയാകാനുണ്ട്. വീടിന്റെ തേപ്പ് പൂർത്തിയായിട്ടില്ല, അതോടൊപ്പം വാർപ്പും പൂർണ്ണമാക്കിയിട്ടില്ല. തനിച്ച് താമസിക്കുന്ന സീന കടുത്താശങ്കയിലാണ്. പൈസ ബാക്കി കിട്ടില്ല എന്ന് ഭയങ്കര വിഷമം ഭയല്ലാണ്ട്. അതിപ്പോൾ ഒരുപാട് പാവപ്പെട്ട വീടുകളിൽ കിട്ടണത് അവരുടെ അതില്ലാതിരിക്കില്ലേ, അപ്പോൾ വിഷമം പേടിയെല്ലാം കൂടി ഉണ്ട്. ബാക്കി പൈസ കിട്ടിയില്ലെങ്കിൽ പിന്നെയുള്ള കാര്യങ്ങളൊന്നും നടക്കൂല. എന്താ വെച്ചാൽ എനിക്ക് ജോലി ഇതൊന്നുമില്ല, പിന്നെ നമ്മളിത് കിട്ടാണ്ടിരുന്ന നമ്മൾ കൂടുതലിതാവില്ലേ. സഹോദരന്റെ മരണത്തിന് ശേഷം ഒറ്റയ്ക്ക് താമസിക്കുന്ന സീന ബന്ധുക്കളുടെ സഹായത്തോടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശാരീരികമായി അവശതകൾ നേരിടുന്നതിനാൽ ഇപ്പോൾ ജോലിക്കും പോകാൻ സാധിക്കുന്നില്ല. പദ്ധതിയിലൂടെ അനുവദിച്ച തുകയിൽ നിന്നും ഇനിയും 40,000 രൂപ കൂടി സീനയ്ക്ക് ലഭിക്കാനുണ്ട്. ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് എന്നത് ഏതൊരു സാധാരണക്കാരൻ്റെയും പ്രതീക്ഷയായിരുന്നു. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ പ്രതീക്ഷയാണ് കെടുത്തിക്കളഞ്ഞത്. പദ്ധതിയുമായി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് UDF സർക്കാർ ഇതുവരെയും കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകിയിട്ടില്ല. ക്യാമറമാൻ മണികണ്ഠനോടൊപ്പം സാരംഗ് PS, കൈരളി ന്യൂസ്, തൃശൂർ.